ഒരു ആൺകുട്ടി ഒരു മിഡിൽ ഫിംഗർ കാണിച്ചു. അപ്പൊ ഞാൻ അവനെ വിളിച്ചിട്ട് എൻ്റെ അടുത്തിരുത്തിയിട്ട് വിളിച്ച് ചോദിച്ചു, മോനെ നീ എന്താ ചെയ്തേ? മിസ് അവർ പറഞ്ഞു തന്നെ ചെയ്തേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ ഇങ്ങനെ മിഡിൽ ഫിംഗർ കാണിച്ചു അല്ലേ, അതിന്റെ അർത്ഥം എന്താ? ടീച്ചറിനോട് പറ, എൻ്റെ അടുത്ത് പറ, എൻ്റെ അടുത്ത് നിനക്ക് എന്താണെങ്കിലും പറയാലോ. ഇല്ല, പറയാൻ പറ്റില്ല. പിന്നെ പറയാൻ പറ്റാത്തത് എന്തിനാ നീ പറയാൻ പോയത്? എന്താ പറ? വൃത്തികേടാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു, വൃത്തികേട് എന്തിനാ മോൻ പറയാൻ നിൽക്കുന്നത്? അതിന്റെ അർത്ഥം എന്താന്ന് മോൻ പറഞ്ഞിട്ട് പോയാൽ മതി. എനിക്കറിയില്ല അതിന്റെ അർത്ഥം എന്താന്ന്, വൃത്തികേടാണെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ കാണിച്ചു. അപ്പൊ എന്തിനാണ് ഒരു പെൺകുട്ടിയെ നോക്കി മിഡിൽ ഫിംഗർ കാണിച്ചേ എന്ന് പറഞ്ഞപ്പോ അതിന്റെ മറുപടി എന്തായിരുന്നു അറിയോ? ബാഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു, അല്ലെങ്കിൽ അവള് എന്റെ സീറ്റിൽ വന്നിരുന്നു എന്നാ പറയുന്നത്. വാപ്പാക്കും ഉമ്മാക്കും വിളിക്കുന്ന വിളി അല്ലെങ്കിൽ അച്ഛനമ്മയ്ക്കും വിളിക്കുന്ന വിളി എന്തിനാന്ന് ചോദിക്കുമ്പോ വെറുതെ തമാശക്ക്, വെറുതെ തമാശക്ക്. അതിന് എന്റെ കൂട്ടുകാരല്ലേ വെറുതെ തമാശക്ക് വിളിച്ചത്. പക്ഷെ ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. പലപ്പോഴും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു എന്താ പറയാ സംസാര രീതിയിലും പ്രവൃത്തിയിലും ഇടി. ഇപ്പൊ നമുക്കറിയാം, ഫ്രണ്ട്സ് എല്ലാവരും കൂടി വഴക്കിട്ടിട്ട് ഒരു കുട്ടി മരണപ്പെട്ട കഥ അറിയാം. അതേപോലെ തന്നെ റാഗ് ചെയ്തിട്ട് അല്ലെ, ബാത്റൂമിൽ ഒരു കുട്ടിയെ ക്ലോസറ്റിൽ റാഗ് ചെയ്തിട്ട് ആ കുട്ടി സൂയിസൈഡ് ചെയ്തത് അറിയാം. ഈ ഒരു കൈൻഡ് ഓഫ് തോട്ട്സ് ഒക്കെ എങ്ങനെയാ പോകുന്നത് കുട്ടികളെ? എങ്ങനെ നമുക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും?